ഹലോ, അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മുട്ടക്കറിയും ദോശയാണ് കേട്ടോ. അപ്പോൾ ദോശയ്ക്ക് ചെറുതായിട്ട് പുളി ഉള്ളതുകൊണ്ട് ദോശ ഓടുമെന്നറിയില്ല. എന്തായാലും മുട്ട റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. അപ്പം മുട്ട റോസ്റ്റും ദോശയാകുമ്പോൾ ചിലപ്പോൾ നന്നായിട്ട് ഓടാൻ ചാൻസ് ഉണ്ട്. നമുക്കൊന്ന് ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ദോശയ്ക്ക് പുളി കുറവായിരുന്നു. അതുകൊണ്ട് ദോശയും മുട്ട റോസ്റ്റും നന്നായിരുന്നു കേട്ടോ. അതെ, ഒരാൾ വന്നു ഇപ്പം ഉണ്ട്, രാവിലെ വരും. അമ്മ ഇന്നെന്താണ് എന്ന് ചോദിച്ചിട്ടാ മുട്ടക്കറി പുട്ടുന്ന. അപ്പോൾ അഭിപ്രായം പറഞ്ഞു കേട്ടോ, ദോശ വേണ്ട നമുക്ക് പുട്ടാക്കിയാലോന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങി തീർന്നിരിക്കുകയാണ്, അപ്പോൾ എടുക്കണം. അപ്പോൾ എന്തായാലും ദോശമാവ് നമ്മൾ ഉപയോഗിക്കാണ്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ പോവുള്ളൂ. അപ്പോൾ ഇന്ന് ദോശ തന്നെ മുട്ട റോസ്റ്റും എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. ദേ കണ്ണപ്പന് ഒരു സ്വപ്നം കണ്ടുവന്ന് അവൻ പറയാണ് ഞാൻ വലിയ ഗുണ്ടയായിരുന്നു. എൻ്റെ ദൈവമേ, ആ കൊച്ചുങ്ങളുടെയൊക്കെ സ്വപ്നം. എന്നിട്ട് അവന് വലിയ ടിപ്പർ ലോറിയൊക്കെ ഉണ്ടെന്നൊക്കെ പറയണം. ഇങ്ങനെ ഓരോ തമാശകളായിട്ട് വരും കേട്ടോ. ഈ 4 എണ്ണം ഉള്ളതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ സ്വപ്നങ്ങളും അവരുടെ ജോക്ക് കേട്ടിരിക്കാൻ നല്ല രസമാണ്. അവൻ ഇന്ന് സ്വപ്നം കണ്ടേക്കണ ഗുണ്ടായെന്നാണ് കേട്ടോ. അവൻ വലിയ ടിപ്പറൊക്കെ വാങ്ങിച്ചു തന്നു. എൻ്റെ ദൈവമേ, എന്തൊക്കെ കാണണവരോ. നമുക്ക് ആദ്യം പാനിലോട്ട് ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഉള്ളിയും പച്ചമുളകൊക്കെ ഇടാം. പിന്നെ കണ്ണമ്മോൻ ഇന്ന് കണ്ട സ്വപ്നം എന്തായിരുന്നു? നീ അറിഞ്ഞായിരുന്നോ കണ്ണമ്മോ കണ്ട സ്വപ്നത്തിൻ്റെ കഥ വിവരിച്ചത്? അറിഞ്ഞാ? അവൻ രാവിലെ ഒരു സ്വപ്നം കണ്ടത്രേ. എന്തുവാന്നറിയോ, അവൻ വലിയ ഗുണ്ടായിന്ന്. എന്നിട്ട് അവൻ ടിപ്പർ ലോറിയൊക്കെ വാങ്ങിച്ചു. പേര് ടിപ്പറിൻ്റെ അല്ലേ? മറ്റേ സ്ഫടികം സിനിമയില് എന്തെന്നായിരുന്നു? ചെകുത്താൻ. ആ നടി മാക്കാൻ്റെ പേര് വന്ന് വെച്ചിന്. ദേവ എന്തായിരുന്നു പാൽ കൊടുക്കാൻ പോയെ. അപ്പൊ ദേവ പറയാണ് അവളാണ് മുറ്റൊടിക്കണത്. അപ്പൊ ദേവ പറയാ അക്കച്ചി മുറ്റൊടിച്ചോ, ഞാൻ പാൽ കളിക്കാനോ എന്താണ്? അതെന്നാ? അപ്പൊ വെള്ളിയാഴ്ച കൊണ്ട് ഒന്ന് അമ്പലത്തിൽ പോയിട്ട് പറ്റേട്ടാ. കാവിൽ പോവാണ്. ഒക്കെ പോയി വന്നു. നമുക്ക് ഈ മുട്ട കറി റെഡി ആയിട്ടോ, റെഡി ആയിട്ടുണ്ട്. അപ്പൊ മുട്ട തികയില്ല. അപ്പോൾ 2 മുട്ടയും കൂടി നമുക്ക് വേവിച്ചെടുക്കണം. ഇടാം കേട്ടോ. ഇനിയിപ്പോൾ കുക്കറിലിട്ട് വേവിക്കണ്ടല്ലോ. ദോശയും റെഡിയായി, കഴിക്കാം. നന്നായിട്ടില്ലേ? കയ്യാന്നറിയോ? രജിഷേട്ടൻ്റെ കയ്യാട്ടോ. മുട്ടയും നമ്മുടെ ദോശയും. ആ അതെ, ദോശക്ക് കുറച്ച് പുളിയൊക്കെ കൂടിപ്പോയി. അപ്പോൾ നമുക്ക് ചുട്ടെടുക്കുമ്പോൾ അത്ര ഷേപ്പൊന്നും ഉണ്ടാവില്ല. അതാണ് പറ്റിയത്. ഇത്രേ ഉള്ളൂ. എന്നിട്ടാ ഓക്കെ, ബൈ.